എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് വിശക്കുന്നു. എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 2 ഉണക്ക റൊട്ടി എന്തോന്നോ. ഞങ്ങൾക്ക് മലയാളികൾക്ക് 2 ഉണക്ക റൊട്ടി എന്തോന്നൊന്നും പറഞ്ഞില്ല. ചേടാ എനിക്ക് വിശക്കുന്നു. എനിക്കറിഞ്ഞോ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കില്ല. അതൊന്നും പറഞ്ഞ കാര്യം നടക്കത്തില്ല. എനിക്ക് വിശക്കുന്നു. വയറ് കിടക്കുന്ന കിടപ്പുണ്ടോ? അകത്ത് കിടക്കുന്നത് അകത്തോട്ട് പോയി എന്താന്ന് പറയാ. ദൈവമേ, നീ എങ്കിലും കേൾക്കണേ. രാത്രിയിൽ ആരും ഒന്നും ഉണ്ടാക്കി തരുന്നില്ല. എന്തെങ്കിലും ഒന്ന് തരണേ. ഈ ബാബ ഷാറുഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്നേ ഒരുപാട് എന്തെങ്കിലും ആഗ്രഹിച്ച യൂണിവേഴ്സ് മൊത്തം നമുക്ക് നേടിത്തരുന്നു. എനിക്കൊരു ചിക്കൻ ബിരിയാണി തരണേ. ഇതുണ്ട്, ഇതാണ്, ഇതെന്താണ്? ആഹാ, യൂണിവേഴ്സ് താണ്ട ബിരിയാണി വന്നിരുന്നു. അടിപൊളി. ഇനി ഇത് പൊട്ടിച്ചു നോക്കിട്ടെന്ന്. ആ, ഒരു പാത്രോടെ തരണ യൂണിവേഴ്സ്. ഇതൊന്ന് ഇട്ടു നോക്കണ്ടേ? ഭാര്യ പോയി താണ്ട ചട്ടി വന്നു. ഇനിയിപ്പോ അമ്മക്ക് ഭാര്യ പോലെ പോലെ അമ്മക്ക് ബിരിയാണി വലിച്ചു പൊട്ടിച്ചു പോകാം. ഇതൊക്കെ എന്ത് തുറക്കുന്ന പോലും ഇല്ല. നല്ല വലിയ നല്ലത് എന്ത്. ആഹാ, ബേറൂട്ട് ബിരിയാണി. സലാഡും ഉണ്ടല്ലോ. മലയാളത്തില് നമ്മൾ പറയുന്ന സാലഡ്, നമ്മള് സലാഡ് എന്ന് ഹിന്ദി പറയും. വേണ്ടാത്തതുകൊണ്ട് പിന്നെന്താണ്, പിന്നെന്താണ്ട് സാലം എന്ന് പറഞ്ഞാ നമ്മുടെ കൂട്ടാന്റെ ചാറ്. അത് തന്നെ, വേറെ ഒന്നുമില്ല സ്പെഷ്യലായിട്ട്. നല്ല പറ്റും. പിന്നെ താണ്ട ഒരു സാലഡ് കൂടെ ഉണ്ട്. ഒരു 2 പിന്നെ ഒരു ചട്ടികലം ഉണ്ട്, അടിപൊളി. ആ വായിന്ന് വെള്ളം വരുന്നുണ്ട്. എന്തോ ചെയ്യാനോ, വിശന്നിട്ട് വയറ് കത്തുന്നു. താണ്ട വന്ന് ബിരിയാണി. ആ ക്യാമറ ചേട്ടാ ഒന്ന് നല്ലോണം അടുത്തോട്ട് കാണിച്ചു. ഇത് കണ്ടാണ്, ഇതാണ് ബിരിയാണി. ഇതൊരു 1.5 ബിരിയാണി ഇല്ല. അല്ലേ മോനെ ദിനേശ, ഇനി നമ്മക്ക് ഇതൊന്ന് തിന്നു നോക്കാം. അടിപൊളിയായിട്ട്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ തുറക്കാൻ പറ്റുന്ന അവര് പറഞ്ഞേക്കണാണ്ട്. ഈ സാധനം എടുത്തിട്ടുണ്ട്. ഇതിന് ഇട്ട് 2 കുത്തു കൊടുക്കണമെന്ന് അവര് പറഞ്ഞ. എവിടുന്നാന്ന് നോക്കട്ടെ, കുത്താൻ പറ്റുന്നു. താണ്ട കേറി. ഇനി അവര് പറയുന്ന പതുക്കനെ പൊക്കുക. ഇതാണ് സംഭവം. കണ്ടോ, ഇത് യൂണിവേഴ്സ് എനിക്ക് അയച്ചൊന്നുമല്ല, പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. ബിരിയാണി ബൈ കിലോ എന്നുള്ളൊരു കമ്പനിന്ന്. എന്തുവന്ന് നോക്കണം. നിങ്ങളെ പറ്റിക്കാനാ യൂണിവേഴ്സ് അയച്ചെന്നൊക്കെ പറഞ്ഞത്. നിങ്ങളാരും പട്ടിണി കിടക്കല്ല, യൂണിവേഴ്സ് തരുമെന്ന് പറയുന്നത്. അതായത് കണ്ടോ, ഇതിന്റെ അടിക്കാണ് ഒറിജിനൽ മസാല, നടുക്ക് ഇറച്ചി ചോറ്. അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നത് മിക്സ് ചെയ്യണോ. നമ്മൾ മലയാളിയിൽ മിക്സ് ചെയ്യുന്ന വേണ്ടിയിട്ട് അതാണ്ട് നല്ല ചട്ടിക്കലത്തിനാണ്. നമ്മളത് ആദ്യം ഇങ്ങോട്ട് എടുത്ത് ഇതങ്ങോട്ട് താത്ത് വെച്ച് കാരണം നോക്കി വിട്ട വെള്ളം ഇറങ്ങുന്നവരെ ഇറങ്ങിക്കോണം. അടിപൊളി. ക്യാമറ ചേട്ടാ ഇങ്ങോട്ട് കാണിച്ചേ. ഇതിനകത്തിരിക്കുന്നൊന്നും കാണണ്ടേ? ഇയാളെ എവിടുത്തെ ക്യാമറമാനാടോ? ഇതാണ് ഇതിന്റെ കൂട്ടാനൊക്കെ അടിക്കുന്നുണ്ട്. ഇതൊരു 3-4-5 പേര് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നെ പോലെ കഴിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ശകലം കഴിക്കുന്നത്. നമ്മൾ ചിരണ്ടി എടുക്കും, കളയത്തൊന്നുമില്ല. സാധനങ്ങളൊന്നും കളഞ്ഞാൽ വൃത്തിയടക്കും. നമ്മളും മലയാളികളല്ലേ. ഇതാണ് ഇഷ്ട സാധനം. ഇതുണ്ടോ ചിക്കൻ പീസ് 1,
2, 3. നമ്മൾ ചുറ്റും കൂടെ കുഴയ്ക്കാൻ പോവാ. വായിന്ന് വെള്ളം നിൽക്കുന്നില്ല. ഇനി എന്താ പരിപാടി എന്നല്ല, ഇങ്ങോട്ട് കാണിക്കൂ, എന്നെ കൂടെ കാണിക്കൂ. ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ചിട്ട് ആദ്യം ചോറൊന്നും അത് അടിപൊളി. ചിക്കൻ ലെഗ് പീസ്. അടിപൊളി. ഇത് 750 രൂപ. കുറച്ച് ലൈക്കെങ്കിലും അടിക്കണേ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിപ്പോ ചെയ്തു. അത് നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. തിരിച്ച് അവർക്ക് ഞാൻ നമ്മളെയും പരിചയപ്പെടുത്താം. അല്ലയോ മലയാളി? നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.